വെറുതെ പാട്ടും പാടി നടക്കുന്ന സാധുക്കളാണ് കുയിലുകൾ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ഇവന്മാരുടെ പ്ലാനിങ് കണ്ടാൽ നമ്മുടെ നാട്ടിലെ കള്ളന്മാർ പോലും തോറ്റുപോകും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാക്കയ്ക്ക് 7 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിയുണ്ടെന്ന്. എന്നിട്ടും കാക്കയ്ക്ക് സ്വന്തം കൂട്ടിലെ ഈ വലിയ ചതി മനസ്സിലാവാത്തത് എന്തുകൊണ്ട്? യഥാർത്ഥ കാക്ക കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേട്ടാൽ ഇനി കുയിലിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാക്കയോട് സഹതാപം തോന്നും. കാരണം ഇത് വെറും ഒരു തമാശക്കഥയല്ല, പ്രകൃതിയിലെ ഓപ്പറേഷൻ എക്സ്ചേഞ്ച് എന്ന ക്രൂരമായ സത്യമാണ്. സിനിമയിലൊക്കെ കള്ളന്മാർ ബാങ്ക് കൊള്ളയടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരാൾ പോലീസിന്റെ ശ്രദ്ധ തിരിക്കും, ആ സമയം നോക്കി മറ്റേയാൾ മോഷണം നടത്തും. കൃത്യം ഇതേ ടെക്നിക്കാണ് കുയിലുകൾ ഉപയോഗിക്കുന്നത്. ആദ്യം ആൺകുയിൽ കാക്കയുടെ കൂടിന്റെ അടുത്ത് പോയി കാക്കയെ ചീത്ത വിളിച്ച് ദേഷ്യം പിടിപ്പിക്കും. ദേഷ്യം വന്ന കാക്ക അവനെ കൊത്താൻ ഓടിക്കും. കൂട് സേഫ് അല്ലാത്ത ഗ്യാപ്പിൽ പെൺകുയിൽ, അതായത് പുള്ളിക്കുയിൽ, സൈലന്റായി കൂട്ടിൽ കയറി മുട്ടയിടും. വെറും സെക്കൻഡുകൾ മതി ഇതിന്. ഇവിടെയാണ് നമ്മുടെ മെയിൻ സംശയം. കാക്കയ്ക്ക് ബുദ്ധിയില്ലേ? തിരിച്ചു വരുമ്പോൾ മുട്ട മാറിയതറിയില്ലേ? ഇല്ല, ഇവിടെയാണ് കുയിലിന്റെ ബുദ്ധി. കള്ളനോട്ടും ഒറിജിനൽ നോട്ടും തിരിച്ചറിയാൻ പറ്റാത്ത പോലെ കുയിലിന്റെ മുട്ടയും കാക്കയുടെ മുട്ടയും കാണാൻ ഒരേപോലെ ഇരിക്കും. പാവം കാക്കയ്ക്ക് സ്വന്തം മുട്ട തിരിച്ചറിയാൻ കഴിയില്ല. അതിലും വലിയ ക്രൂരത എന്താണെന്ന് അറിയാമോ? എണ്ണം കൃത്യമാക്കാൻ വേണ്ടി സ്വന്തം മുട്ട വെക്കുന്നതിന് മുൻപ് കാക്കയുടെ ഒരു ഒറിജിനൽ മുട്ട കുയിൽ താഴെയിട്ട് പൊട്ടിക്കും. എങ്ങനെയുണ്ട് ബുദ്ധി? ഇനിയാണ് യഥാർത്ഥ ട്രാജഡി. കാക്ക കുഞ്ഞുങ്ങൾ വിരിയാൻ 16 ദിവസം എടുക്കും. എന്നാൽ കുയിൽ കുഞ്ഞ് വെറും 12 ദിവസം കൊണ്ട് വിരിഞ്ഞിറങ്ങും. ഇവൻ വായ തുറന്നാൽ നല്ല ചുവന്ന നിറമാണ്. അമ്മ കാക്ക കൊണ്ടുവരുന്ന ഭക്ഷണം മുഴുവൻ ബഹളമുണ്ടാക്കി ഇവൻ തട്ടിയെടുക്കും. ഇതൊരു 10ാം ക്ലാസ്സുകാരനും LKG കുട്ടിയും തമ്മിലുള്ള ഫൈറ്റ് പോലെയാണ്. കുയിലിന്റെ ശക്തിക്ക് മുന്നിൽ പാവം കാക്ക കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് ചാകും. സ്വന്തം മക്കൾ മരിക്കുന്നത് അറിയാതെ കാക്ക ഈ ശത്രുവിനെ പൊന്നുപോലെ വളർത്തും. ഇനിയൊരു രസകരമായ കാര്യം പറയാം. നമ്മുടെ നാട്ടിലെ കുയിലുകൾക്ക് മാത്രമേ ഈ ഉടായ്പ സ്വഭാവമുള്ളൂ. അമേരിക്കയിലൊക്കെ കാണുന്ന കുയിലുകൾ വളരെ മാന്യന്മാരാണ്. അവർ സ്വന്തമായി കൂടുണ്ടാക്കും, സ്വന്തം മക്കളെ കഷ്ടപ്പെട്ട് വളർത്തും. നമ്മുടെ കുയിലുകളെ പോലെ മടിയന്മാരല്ല അവർ. പക്ഷേ ഇവിടെ കഥാവസാനം സങ്കടകരമാണ്. ചിറകുറയ്ക്കുമ്പോൾ ഒരു നന്ദി വാക്ക് പോലും പറയാതെ കുയിൽ കുഞ്ഞ് പറന്നു പോകും. പറ്റിക്കപ്പെട്ടുവെന്ന് പോലും അറിയാതെ ഒഴിഞ്ഞ കൂടുമായി പാവം അമ്മ കാക്ക ബാക്കിയാകും. പ്രകൃതി ചിലപ്പോൾ വല്ലാത്ത ക്രൂരമാകാറുണ്ട്. ഇവിടെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. സ്വന്തം ചോരയല്ലെന്നറിയാതെ ഉള്ളു തുറന്ന് സ്നേഹിച്ച അമ്മ കാക്കയാണോ, അതോ ആ സ്നേഹം കിട്ടാതെ പുറംലോകം കാണാതെ പോയ കാക്ക കുഞ്ഞുങ്ങളാണോ നിങ്ങളുടെ മനസ്സിലൊരു വിങ്ങലായി നിൽക്കുന്നത്? കമന്റ് ചെയ്യൂ.